മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന നടനാണ് മഹാനടനായ മമ്മൂട്ടി. മമ്മൂട്ടിയെ പറ്റിയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടാറുണ്ട്. എന്നാൽ സ്നേഹിക്കുന്നത് പോലെ തന്നെ വിമർശിക്കാനും മലയാളികൾക്ക് അറിയാമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് 2 ദിവസമായി മമ്മൂട്ടിക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കുകയാണ് മമ്മൂട്ടി. ഇപ്പോൾ കെ റഫീഖിനെ അപമാനിച്ചുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയാണ് ഇതിനു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വയനാട് ചൂരന്മരയിലേക്ക് വന്ന മമ്മൂട്ടി കെ റഫീഖിനോട് താൻ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നടക്കുന്നത് എന്ന് പരസ്യമായി ചോദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ടായിരുന്നു. താരം അപമാനിച്ചു എന്ന പേരിൽ വലിയ രൂപത്തിലുള്ള സൈബർ ആക്രമണവും മമ്മൂട്ടി നേരിട്ടു. എന്നാൽ ഇപ്പോൾ റഫീഖിനെ മമ്മൂട്ടി നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്ന കാര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. റഫീഖിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മലയാളത്തിന്റെ മഹാനടൻ മുണ്ടയ്ക്ക് ചൂരന്മല ദുരന്ത ബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് തിരക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലസരുണ്ടാക്കുകയും നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടതും. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കാര്യമാണ് മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് തുറന്നു പറഞ്ഞത് എന്ന് തന്നെയാണ് ഇപ്പോൾ റഫീഖ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ മമ്മൂട്ടി വിമർശിക്കുന്നവരും മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ആളുകൾ ഏറെ തന്നെയാണ്. എന്നിരുന്നാലും മമ്മൂട്ടി പരസ്യമായി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത് നന്നായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളും മമ്മൂട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുന്ന ആളുകളും കാണാൻ സാധിക്കും. താൻ എന്തിനാണ് എന്നോട് കൂടെ നടക്കുന്നത്, ഞാൻ തനിക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും എന്ന വാക്കാണ് മമ്മൂട്ടി റഫീഖിന് വേണ്ടി സംസാരിച്ചത്. എന്നാൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി റഫീഖിനെ ഫോണിൽ വിളിച്ച് മമ്മൂട്ടിയും കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.